ഇത് നിങ്ങൾ തിരിച്ചു കൊടുത്ത പണത്തിന് നമ്പ്യാർ തന്നെ തന്ന റെസിറ്റ് ആണല്ലോ? അതെ. സൂക്ഷിച്ചു നോക്കിക്കൊള്ളാം. പിന്നെ അല്ല ഇല്ലാന്നൊന്നും പറയരുത്. അതെ. ഡേറ്റും വാചകങ്ങളും എമൗണ്ടും എല്ലാം. അതെ. നിങ്ങൾക്ക് എത്ര വയസ്സായി? 40. ഈ 40 വയസ്സ് പ്രായത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ? യുവർ ഓണർ, ഹി ഈസ് ആസ്കിംഗ് അൺനെസസറി ക്വസ്റ്റ്യൻസ്. നോ യുവർ ഓണർ, ഐ ഹാവ് ആസ്ക്ഡ് ഓൺലി ദ റൈറ്റ് ക്വസ്റ്റ്യൻ. എന്റെ 12 വർഷത്തെ വക്കീൽ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും മോശപ്പെട്ട ഒരു ഫ്രോഡലൻസ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ നിൽക്കുന്ന സമൂഹത്തിലെ മാന്യൻ അത്യാവശ്യത്തിന് തന്നെ സഹായിച്ച സുഹൃത്തിന് മാത്രമല്ല, ഗവൺമെന്റിനെയും കോടതിയെയും സമൂഹത്തെയും ഒരുപോലെ വഞ്ചിച്ചു. യുവർ ഓണർ. Mr. Bhaskar Pillai, why unnecessary statements? You come to the point. I am coming to the point, Your Honor. This document may be marked. ഈ റെസീറ്റ് 1988 ജനുവരി മാസം 7-ാം തീയതി OT നമ്പ്യാർ പണം തിരിച്ചു കിട്ടിയതായി ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തതാണ്. ഈ റെസീറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന റവന്യൂ സ്റ്റാമ്പ് 1988 ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന സ്റ്റാമ്പ് ഓഫീസറുടെ സത്യവാങ്മൂലമാണ് ഞാൻ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്. 88 ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ച റവന്യൂ സ്റ്റാമ്പ് 88 ജനുവരി മാസം OT നമ്പ്യാർ ഇദ്ദേഹത്തിന് എഴുതി കൊടുത്ത റെസീറ്റിൽ എങ്ങനെ വരും? മായയോ മന്ത്രമോ? സെപ്റ്റംബർ മാസത്തിൽ ഈ കേസിന്റെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ പ്രതിയായ രാമൻ മേനോൻ എന്റെ കക്ഷിയുടെ ക്യാഷ്യർ ആയിരുന്ന സേതുവിനെ സ്വാധീനിച്ച് എന്റെ കക്ഷി നേരത്തെ ഒപ്പിട്ട് കൊടുത്തിരുന്ന ബ്ലാങ്ക് റെസീറ്റ് ഉപയോഗിച്ച് 88 ജനുവരി മാസം 7-ാം തീയതി തന്നെ ഇദ്ദേഹം പണം തിരികെ കൊടുത്തതായി ഒരു വ്യാജ റെസീറ്റ് ഉണ്ടാക്കി. പക്ഷേ റെസീറ്റിൽ ഒട്ടിച്ചിരുന്ന റവന്യൂ സ്റ്റാമ്പ് 88 ജൂൺ മാസം ഗവൺമെന്റ് പുറത്തിറക്കിയതായിരുന്നു എന്ന് മാത്രം. ജനുവരിയിൽ ഇഷ്യൂ ചെയ്ത റെസീറ്റിൽ ആ കൊല്ലം ജൂൺ മാസത്തിൽ ഇറങ്ങിയ റവന്യൂ സ്റ്റാമ്പ് എങ്ങനെ വരും? അവിടെയാണ് ഇവർക്ക് പറ്റിയ അബദ്ധം. കാലാകാലങ്ങളിൽ പോസ്റ്റൽ സ്റ്റാമ്പിന്റെയും കറൻസിയുടെയും അച്ചടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം റവന്യൂ സ്റ്റാമ്പിനും ബാധകമാണ് എന്നുള്ള കാര്യം പ്രതിയെ സഹായിച്ചവരോ അറിയാതെ പോയത് എന്റെ കക്ഷിയുടെ ഭാഗ്യം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.